വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തന നിർമ്മാണ ഉദ്ഘാടനം അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചടങ്ങിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി മുഖ്യ അതിഥിയാകും. വിവരങ്ങളുമായി അവിടെ നിന്നും കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. കമലേഷ്, രണ്ടാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം 2028 കേരളത്തിൻ്റെ അഭിമാന പദ്ധതി പൂർത്തിയാകും. അതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്, എൻ്റെ നിർമ്മാണ ഉദ്ഘാടനം. അതിനുള്ള ചടങ്ങുകളാണ് പിന്നിൽ കാണുന്നത്. കമലേഷ് തെക്കേക്കാടിന് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായല്ലേ? 4 മണിക്കാണ്. അജിംഷാ, തീർച്ചയായും 4 മണിയോടുകൂടി ഈ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കും. അജിംഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 4 മണിക്ക് ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ നേരത്തെ അജിംഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ, അതുപോലെ തന്നെ കിരൺ അദാനി തുടങ്ങിയ ആളുകളൊക്കെ തന്നെ, മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നിരവധി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസന രംഗങ്ങളിലെല്ലാം തന്നെ വലിയ ഒരു നാഴികക്കല്ലായി മാറുന്ന ഒരു പദ്ധതിയായി വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതിശയിപ്പിക്കുന്ന വേഗതയിലാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. വലിയ നേട്ടങ്ങൾ കേരളം ഇതുവഴി കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആഗോള ചരക്ക് ഗതാഗത മേഖല, സമുദ്ര ചരക്ക് ഗതാഗത മേഖലയിൽ ഒരു നാഴികക്കല്ലായി, രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭമായി വിഴിഞ്ഞം തുറമുഖം ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം, അതായത് 2025 മെയ് 2-നാണ് ഇതിൻ്റെ 1-ാം ഘട്ടം കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി. അതിശയിപ്പിക്കുന്ന നിലയിലേക്കുള്ള വളർച്ച തുറമുഖത്തിന് കൈവരിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഒരു വർഷം കൊണ്ട് 10 ലക്ഷം കണ്ടെയ്നറുകൾ എത്തിക്കുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തുറമുഖ വകുപ്പിനെ സംബന്ധിച്ചുള്ള ഒരു ലക്ഷ്യം, ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ ഏതാണ്ട് 9 മാസം പിന്നിട്ടപ്പോൾ തന്നെ 10 ലക്ഷം കണ്ടെയ്നറുകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു വർഷം പൂർത്തിയായപ്പോൾ ഏതാണ്ട് 14 ലക്ഷത്തിലേറെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് തുറമുഖത്തിന് വളരെ പെട്ടെന്നുള്ളൊരു വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിലയിൽ തന്നെയാണ് നിലവിലും അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ഈ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് 2028 രണ്ടാം ഘട്ടം മാത്രമല്ല, 2ഉം 3ഉം 4ഉം ഘട്ടങ്ങൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ആ നിലയിൽ തന്നെ വളരെ പെട്ടെന്നുള്ള ഒരു നടപടികളിലേക്ക് അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. വലിയ നേട്ടങ്ങൾ, അത് ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾ ഉൾപ്പെടെ ഇവിടെ എത്തുന്ന, ചരക്ക് കപ്പലുകൾ ഉൾപ്പെടെ ഇവിടെ എത്തുന്ന നിലയിലേക്കുള്ള ഒരു വികസനം തന്നെയാണ്, അല്ലെങ്കിൽ നേട്ടങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാരിന് ഇതിനോടകം തന്നെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിന് ഇതിനോടകം തന്നെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതിൻ്റെ നാൾ വഴികൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ പ്രധാനമായും ഈ 2025 ഫെബ്രുവരിയിലാണ് ഈ നിലയിൽ വലിയ നേട്ടങ്ങളിലേക്ക് കടക്കുന്നത്. 2025 ജൂൺ 9-ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീന വിഴിഞ്ഞത്ത് നങ്കൂരമിടുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഇതിൽ 24,000 മീറ്റർ ഡെക്ക് ഏരിയയും അതുപോലെ തന്നെ 24,346 കണ്ടെയ്നറുകളുമാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അതായത് ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾക്കുൾപ്പെടെ രാജ്യത്തെ തന്നെ ഇത്തരത്തിൽ നങ്കൂരമിടാൻ കഴിയുന്ന ഏക തുറമുഖമായി കേരളത്തിൻ്റെ അഭിമാനമായ തുറമുഖമായി ഈ വിഴിഞ്ഞം തുറമുഖം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മദർഷിപ്പുകൾക്കുൾപ്പെടെ ഇവിടെ വന്ന് നങ്കൂരമിടാനും മറ്റ് ഈ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനും കഴിയുന്ന നിലയിലേക്കുള്ള വലിയ വളർച്ച വിഴിഞ്ഞം കൈക്കലാക്കി, അല്ലെങ്കിൽ അത് കരസ്ഥമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്ത്യയിൽ ഇതുവരെ എത്തിയതിൽ ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയ MSC വെറോണ വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത് 2025 സെപ്റ്റംബർ 23-നാണ് എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റ് നിരവധിയായ നേട്ടങ്ങൾ നമുക്ക് ഈ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ കൈവരിക്കാൻ കഴിഞ്ഞു. 2025 നവംബർ 20-ന് വിഴിഞ്ഞം തുറമുഖത്തിന് ICP പദവി ഉൾപ്പെടെ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിൻ്റെയൊക്കെ ഭാഗമായാണ് മറ്റ് തുടർ നിർമ്മാണം, ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. അതിനുള്ള ഉദ്ഘാടന ചടങ്ങിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് നൽകിയത്.